thanking God for this wonderful opportunity that God has given us to gather in the presence of God this evening time. I appreciate everyone for joining for every Wednesday Bible study. It's a great privilege in our lives to gather in the presence of God, to go through the Word of God and learn from the wonderful words of God, which talks about the future events which is going to happen no sooner that we will be having that understanding in our lives. That is a great blessing for us. So this evening, in the previous class, we just started with the chapter 6, and we know chapter 6 and the following chapters are full of eschatological events. One of the major event that which is going to happen in the future will be the second coming of Jesus Christ. So we already learned a few things about that, maybe in the previous classes. At the same time, simultaneously, two events are going to take place, like the second coming of Jesus and the rapture of the church. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും സംഭവിക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയില്ല എപ്പോഴാണ് സംഭവിക്കുന്നത്, പക്ഷെ അതിൻ്റെ ദൂരഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റും അതുപോലെ റാപ്ചർ ഓഫ് ദ ചർച്ച്, അത് രണ്ടും ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം. And about the rapture of the church also we studied about in the last class. Right after the rapture of the church, 7 years of great tribulation will take place, in which the left out people or the left behind people, or those who are taken to be with Jesus Christ during his return, will surely have to go through this severe tribulation. നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവും അല്ലെങ്കിൽ ദൈവസഭയുടെ റാപ്ചറും സംഭവിച്ചു കഴിയുമ്പോൾ തന്നെ ഉടനടി ഈ ഭൂമിയിൽ 7 വർഷത്തെ മഹോപദ്രവ കാലത്തിൻ്റെ ഒരു കാലഘട്ടമായിരിക്കും. ആ സമയത്ത് എടുക്കപ്പെടാൻ കഴിയാതെ പോയതായിരിക്കുന്ന ആളുകൾ, ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന ആളുകൾ വലിയ ഒരു മഹോപദ്രവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. But just before that, the universal born-again Christian church, according to 1 Thessalonians chapter 4, verse 17, will be caught up to meet Jesus in the mid-air, and they will be escaped from the great tribulation. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കള്, വീണ്ടും ജനിച്ചതായ ദൈവമക്കള്, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു മനസ്സിലാക്കി, അവർ കർത്താവിൻ്റെ വരവെങ്കിൽ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും എന്നുള്ളത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ബിക്കോസ് വി വിൽ ബി എസ്കേപ്ഡ് ഫ്രം ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. നാം ഈ മഹോപദ്രവത്തിൻ്റെ സമയത്ത് നാം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല, നാം ഇവിടെ നിന്നും രക്ഷപ്പെടുമെന്നുള്ളതായിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുമെന്ന് നാം വിശ്വസിക്കുന്നു. So tonight we are going to see how severe will be the great tribulation according to the biblical understanding. നമ്മൾ ഇന്നിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് എത്രത്തോളം ഈ ഗ്രേറ്റ് ട്രിബുലേഷൻ അല്ലെങ്കിൽ മഹോപദ്രവം എന്ന് പറയുന്നത് അന്ന് ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന മനുഷ്യർക്ക് എത്രത്തോളം സിവിയർ ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും, അല്ലെ പണിഷ്മെൻ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനായിട്ട് ഇന്ന് രാത്രി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് മനസ്സിലാക്കിയാൽ മാത്രം മതി. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന, കർത്താവിൻ്റെ വരവനായി കാത്തിരിക്കുന്ന തൻ്റെ മക്കളാരും ആ സിവിയർ പെർസിക്യൂഷനിലൂടെ, ആ സിവിയർ ഗ്രേറ്റ് ട്രിബുലേഷനിലൂടെ കടന്നു പോകത്തില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാം ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി നമ്മുടെ ഉൽപ്രാപണത്തിന് ശേഷമായിട്ട് ഈ ഭൂമിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ പോയിന്റ് അബൌട്ട് ദി ഗ്രേറ്റ് ട്രിബുലേഷൻ now, and we are going to see the other names for this great tribulation. അതായത് ഈ മഹോപദ്രവത്തിന് തന്നെ പല വിധത്തിലാണ് പേരുകൾ കൊടുത്തിരിക്കുന്നത് ബൈബിളിനകത്ത്. ഈവൻ ഇൻ ബുക്ക് ഓഫ് ഐസയ, ഇൻ ദ ബുക്ക് ഓഫ് ജോയൽ, ആൻഡ് ഇൻ ഡ്യൂട്രോണമി ആൻഡ് സെഫനായ ആൻഡ് ജെറമായ. All these books are talking about the great tribulation in a different way, or they have given different names for all these things. Like, the first thing we are going to read, Iron is going to read in English. So let's read Isaiah chapter 13, verses 6 to 9. Isaiah chapter 13, verses 6 to 9.
Wait for the day of the Lord is near. It will come like destruction from the Almighty. Because of this, all hands will go limp, every heart will melt with fear. Terror will seize them, pain and anguish will grip them. They will writhe like a woman in labor. They will look aghast at each other, their faces aflame. Since the day of the Lord is coming, a cruel day, with wrath and fierce anger, to make the land desolate and destroy the sinners within it. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവിൻ. അത് സർവശക്തനിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും, സകല ഹൃദയവും ഉരുകിപ്പോകും. അവർ ഭ്രമിച്ചു പോകും, വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും. നോവ് കിട്ടിയ സ്ത്രീയെ പോലെ അവർ വേദനപ്പെടും. അവർ അന്യോന്യം തുറിച്ചു നോക്കും, അവരുടെ മുഖം ജ്വലിച്ചിരിക്കും. So the second verse is Joel chapter 3, verse 14. Like, we are going to see what are the important names which is given for the Great Tribulation in Bible, especially in the Old Testament. So we have read Isaiah chapter 13, verses 6 to 9, that says that the day of the Lord. അല്ലേ, എന്താ വായിച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ ദിവസം. Again, Joel chapter 3, verse 14 also. Joel chapter 3, verse 14. Multitudes, multitudes, in the valley of decision, for the day of the Lord is near in the valley of decision. For the day of the Lord. For the day of the Lord. Yeah. വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. Okay. So again, we see that the day of the Lord. And the second name is the trouble or tribulation. The trouble or tribulation, Deuteronomy chapter 4, verse 30. Deuteronomy chapter 4, verse 30. ആവർത്തനം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. When you are in distress and all these things have happened to you, then in later days you will return to the Lord your God and obey him. നീ ക്ലേശത്തിലാവുകയും ഇവയൊക്കെയും നിന്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവി കാലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവന്റെ വാക്ക് അനുസരിക്കും. So the trouble or the tribulation ഈസ് അല്ലെങ്കിൽ ഒരു കഷ്ടകാലത്തെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ടൈം ഓർ ദ ഗ്രേറ്റ് ഡേ ഓഫ് ട്രബിൾ. Zephaniah chapter 1, verse 15. അപ്പോൾ Zephaniah chapter 1, verse 15 കാണാൻ സാധിക്കുന്നത് ടൈം ഓർ ഒരു സമയം അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡേ ഓഫ് ട്രബിൾ എന്നാണ്. വായിക്കാം. Zephaniah 1:15. That day will be a day of wrath, a day of distress and anguish, a day of trouble and ruin, a day of darkness and gloom, a day of clouds and blackness. Okay. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലും ഉള്ള ദിവസം. കഷ്ടവും സങ്കടവും ഉള്ളതായിരിക്കുന്ന ദിവസം എന്നുള്ളൊരു അർത്ഥത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദ ടൈം ഓർ ദ ഗ്രേറ്റ് ഡേ ഓഫ് ട്രബിൾ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് Jeremiah chapter 30, verse 7. യിരെമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ് കാണുന്നത് ദ ടൈം ഓഫ് ജേക്കബ്സ് ട്രബിൾ. How awful that day will be! No other will be like it. It will be a time of trouble for Jacob, but he will be saved out of it. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷപ്പെടും. അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. ദ ടൈം ഓഫ് ജേക്കബ്സ് ട്രബിൾ. യാക്കോബിന്റെ കഷ്ടകാലം. So these are the particular names that we can see in the Bible, especially in the Old Testament, about the Great Tribulation. And now we are going to see, again, I told you already that we will have to connect some of the Old Testament prophecies to, study in detail about the Great Tribulation. ഈ ഗ്രേറ്റ് ട്രിബുലേഷനെ കുറിച്ച് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് പഴയ നിയമത്തിലെ കുറച്ച് പ്രൊഫറ്റിക്കൽ ബുക്സ് നമ്മൾ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ സം ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസീസ് നമ്മൾ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ സിവിയർനെസ് എത്രയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് and also the time of the Great Tribulation, we have to go to some of the Old Testament prophetical books and let us see what the Old Testament prophets prophesied about these things, especially about the Great Tribulation. So we are going to read Daniel chapter 9, verses 24 through 27. Daniel chapter 9, verses 24 through 27.
70 sevens are decreed for your people and your holy city to finish transgression, to put an end to sin, to atone for wickedness, to bring in everlasting righteousness, to seal up vision and prophecy, and to anoint the most holy place. Know and understand this. From the time the word goes out to restore and rebuild Jerusalem until the Anointed One, the ruler, comes, there will be 7 sevens and 62 sevens. It will be rebuilt with streets and a trench, but in times of trouble. After the 62 sevens, the Anointed One will be put to death and will have nothing. The people of the ruler who will come will destroy the city and the sanctuary. The end will come like a flood. War will continue until the end, and desolations have been decreed. He will confirm a covenant with many for 1 7. In the middle of the 7, he will put an end to sacrifice and offering. And at the temple, he will set up an abomination that causes desolation, until the end that is decreed and poured out on him. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിന് വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അവൻ ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന് മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ മേൽ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. Okay. So the Old Testament prophecies on tribulation period, അതായത് ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ്, അതായത് ഈ എന്താണ് മഹോപദ്രവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എനിക്കറിയാം ഇത് ഒട്ടും ഗ്രഹിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സാരമില്ല, നമുക്ക് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം ഇതെങ്ങനെ മനസ്സിലാക്കാൻ ഒക്കും എന്നുള്ളത്. ഇച്ചിരി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. സോ I know this topic is a confused, a little confused and complicated, and this topic is hard to understand or hard to explain in a clarified way. But I'll try my level best to simplify the explanation about this topic. Anyways, before we discuss the things from Daniel chapter 9 verses 24 through 27, we must know the background of those verses from verses 1 to 23 of chapter 9. So we are not going to read all those verses, but I will just read out those things for your understanding, because without understanding what is the the background of these 24 to 27 verses, we cannot move forward. So we need to know what is the background which is written in chapter 9 verses 1 to 23. Okay. So here we read that Daniel observed a number of 70 years through the writings of prophet Jeremiah about the destruction of Jerusalem. അപ്പം ഈ 9-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫ്രം വേഴ്സ് 2 ഈ 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് യിരെമ്യാവ് പ്രവചിച്ചതായിരിക്കുന്ന ഒരു പ്രവചനത്തെക്കുറിച്ച് ദാനിയേൽ ഒബ്സർവ് ചെയ്യുകയാണ്. എന്താണ്? ഒരു 70 വർഷത്തെ ഒരു കണക്ക് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. 70 years through the writings of the prophet Jeremiah about the destruction of Jerusalem. അതായത് യെരുശലേം നശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പ്രവചനം ദാനിയേലിന്റെ പുസ്തകത്തിൽ യെരെമ്യാവ് എഴുതിയിരിക്കുന്നതായിട്ട് ദാനിയേൽ കണ്ടുപിടിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. Then Daniel began to pray and he began to fast in the presence of God for his people. And he confessed his sins and his people's sins. And, we know that he remembered the promises of God
about the restoration of Israel. അതിനുശേഷമുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ താൻ ഇതെല്ലാം ഓർക്കുകയും എത്രത്തോളമാണ് ദൈവത്തിൻ്റെ പ്രോമിസസ് ഉള്ളത്, വാഗ്ദത്തങ്ങൾ എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ ഇസ്രയേലിന് ഒരു റെസ്റ്റോറേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെയും താൻ ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും താൻ തൻ്റെ പാപങ്ങളെക്കുറിച്ചും ജനത്തിൻ്റെ പാപത്തെക്കുറിച്ചും ഒക്കെ താൻ കൺഫ്യസ് ചെയ്തുകൊണ്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. Then in verse 21, we read that as the reply for the prayer of Daniel, ദാനിയലിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടുന്നതായിട്ട് നമുക്ക് വേഴ്സ് 21 കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്ന God sent Gabriel the angel and informed him about what would be the future of Israel. ഇനി ഇസ്രയേലിന് ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരമായിട്ട് ദാനിയേലിലൂടെ സംസാരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. So God said Israel will have to go through a cleansing process for 490 years in future. ഭാവിയിൽ ഒരു 490 വർഷത്തോളം ഈ ഇസ്രയേൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരു വലിയ ക്ലെൻസിങ് പ്രോസസ്സിലൂടെ പോകേണ്ടതായിട്ട് വരുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് വലിയൊരു ശുദ്ധീകരണ കാലഘട്ടം പോലെയാണ് അതിനെ കൊടുത്തിരിക്കുന്നത്. 490 വർഷത്തോളം അങ്ങനെ ഫ്യൂച്ചറിൽ പോകേണ്ടതായിട്ട് വരും. Which means they were in captivity for 70 years. Okay? അവരുടെ നമുക്കറിയാം ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു ക്യാപ്റ്റിവിറ്റിയെ കുറിച്ച് നമുക്കറിയാം. 70 വർഷത്തെ ഒരു ക്യാപ്റ്റിവിറ്റി ഉണ്ടായിരുന്നു. But their cleansing process is going to be 7 times increased. അതായത് 70 വർഷത്തെ ഒരു ക്യാപ്റ്റിവിറ്റിയെ കുറിച്ച് നമുക്കറിയാം ഇസ്രായേലിൻ്റെ. എന്നാൽ അത് മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെറും ഒരു 70 വർഷത്തെക്കുറിച്ചല്ല. This is going to be 7 times increased, like 490 years. 490 വർഷത്തെ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. That means there will be a time of 77s. അതായത് 70 ഏഴുകളുടെ ഒരു കാലമുണ്ടാകും. 70 ഏഴുകളുടെ ഒരു കാലമുണ്ടാകും for the completion of the restoration of the Jewish people. അതായത് ഈ യഹൂദന്മാർ പൂർണ്ണമായിട്ടും ഒരു റെസ്റ്റോറേഷനിലേക്ക് അല്ലെങ്കിൽ യഥാസ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ പുനഃസ്ഥാപനത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 490 വർഷത്തെ ഒരു കണക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് 77s എന്നാണ്. അതായത് ഏതാണ് 70 ഏഴുകളുടെ ഒരു കാലമാണ്. 70 ഏഴുകളുടെ ഒരു കാലം എന്ന് പറയുന്നത് 490 വർഷമെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. So this is the background of Daniel chapter 9 verses 24 to 27. Daniel chapter 9 verses 24 to 27. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. So I think no need to read one more time about this portion because we already read it. So we will go to the next slide that talks about the 70 weeks for Israel. അതായത് ഇസ്രയേലിന് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്നതായിരിക്കുന്ന 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കണം. അപ്പോഴാണ് നമുക്കിത് എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഒരു 70 ആഴ്ചവട്ടത്തെ കണക്ക് അവിടെ പറയുന്നുണ്ട് ഈ ഡാനിയൽ ചാപ്റ്റർ 9 വേഴ്സ് 24. അതായത് this particular passage is speaking about 70 weeks that have been declared against your people. Daniel's people are the Jewish people, the nation of Israel. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ഈ വാക്യത്തിൽ സ്പെഷ്യലി ഇൻ ചാപ്റ്റർ 9 ഡാനിയൽ ചാപ്റ്റർ 9 വേഴ്സ് 24 അവിടെ പറയുന്നത് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും അല്ലെ, ഫോർ യുവർ പീപ്പിൾ ആൻഡ് ഫോർ ദ ഹോളി സിറ്റി അല്ലെ, ഫോർ യുവർ പീപ്പിൾ ആൻഡ് ഫോർ ദി ഹോളി സിറ്റി അങ്ങനെ പറയുന്നത്. വിശുദ്ധ നഗരത്തിനും പിന്നെ നിന്റെ ജനത്തിനും. Okay, so 70 weeks have been declared against your people and also for the city of Jerusalem. That means Daniel's people are the Jews. അതായത് ജൂയിഷ് പീപ്പിളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യുവർ പീപ്പിൾ എന്ന് പറയുന്നത്, നിന്റെ ജനം എന്ന് പറയുന്നത് ആരാണ്? യഹൂദന്മാരെ കുറിച്ചാണ്, അല്ലെങ്കിൽ the nation of Israel. Okay, and also in Daniel chapter 9 verse 24 speaks about a period of time that God has given to do especially 6 things on people of Israel to bring them back to God. അതായത്
ഈ ഇസ്രായേൽ ജനത്തെ മടക്കി കൊണ്ടുവരുവാനായിട്ട് 6 കാര്യങ്ങൾ, അല്ലെങ്കിൽ മടക്കി കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് 6 കാര്യങ്ങൾ സംഭവിക്കണം എന്നാണ് വേഴ്സ് 24-ൽ പറയുന്നത്. Okay, so the following 6 things are supposed to be taken place regarding the Jewish people. Okay, the following 6 things are going to happen regarding the people of Israel or the Jewish people according to this verse 9, verse 24. So let us see which are those 6 things. The first thing is to finish transgression. To finish transgression. അതായത് എന്താണ്? ഒന്നാമത്തേത് അതിക്രമത്തെ തടസ്സം ചെയ്യുക എന്നുള്ളത്. തടസ്സം ചെയ്യുക, അല്ലെ? അതിക്രമത്തെ തടസ്സം ചെയ്യുക. അത് ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ടു സ്റ്റോപ്പ് ദ ട്രാൻസ്ഗ്രഷൻസ് ഓഫ് ഇസ്രയേൽ. അതായത് ഇസ്രയേലിന്റെ അതിക്രമങ്ങളെ നിർത്തുക, അല്ലെങ്കിൽ അന്ന് സീസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് അർത്ഥമാക്കുന്നത്. ദർ വിൽ ബി എ ഗ്രേറ്റ് റിവൈവൽ അമംഗ് ദ പീപ്പിൾ ഓഫ് ഇസ്രയേൽ ഡ്യൂറിങ് ദാറ്റ് ടൈം. അതായത് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ വലിയൊരു ഉണർവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ദർ വിൽ ബി എ ടൈം ദാറ്റ് God is going to stop the transgressions of Israel. ഇസ്രായേൽ ജനത്തിന്റെ അതിക്രമങ്ങളെ നിർത്തുന്നതായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ആ സമയത്തൊന്നുണ്ടാകും, അവർക്കൊരു വലിയ റിവൈവൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം സംഭവിക്കാൻ പോകുന്നത്. ആൻഡ് ദ സെയിം വേഴ്സ് ഇറ്റ് ഈസ് റിട്ടൺ ടു പുട്ട് an end to sin. എന്താണ്? പാപങ്ങളെ മുദ്രയിടാനുള്ളതായിരിക്കുന്ന ഒരു സമയമുണ്ട്. പാപങ്ങൾക്ക് മുദ്രയിടുവാൻ, ഓർ ടു പുട്ട് an end to sin. They did many sins against God, but God will seal their sins and put an end to their sin. അതായത് അവർ ഒത്തിരി പാപങ്ങൾ ദൈവത്തിനെതിരായിട്ട് ചെയ്തു, പക്ഷെ ആ ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾക്കെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുവാനായിട്ട്, ഒരു പീരീഡ് ഇടുവാനായിട്ട് ഉള്ളതായിരിക്കുന്ന സമയമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടു പുട്ട് an end to their sin. And the third thing is going to happen, that is to atone for wickedness or iniquity. എന്താണ്? അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. അതായത് they have to do an atonement for their wickedness or their iniquity. അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അവർ അകന്നു പോവുകയും അവർ ചെയ്തതായിരിക്കുന്ന അകൃത്യങ്ങൾ നിമിത്തം ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോയതുകൊണ്ട് അതിന് ഒരു പരിഹാരം വരുത്താനായിട്ട്, ഒരു അറ്റോൺമെന്റ് ചെയ്യാനായിട്ടുള്ളതായിരിക്കുന്ന സമയം അവർക്ക് കൊടുക്കുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ടു മേക്ക് റീകൺസിലിയേഷൻ ഫോർ ദിയർ ഇനിക്വിറ്റി. ടു മേക്ക് റീകൺസിലിയേഷൻ ഫോർ ദിയർ ഇനിക്വിറ്റി. ദ ഇനിക്വിറ്റി which is mentioned here indicates their rejection of Jesus Christ. അതായത് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ ആ യേശുക്രിസ്തുവിനെ അവർ നിരസിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ തിരസ്കരിച്ചു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന അവരുടെ ഏറ്റവും വലിയ അകൃത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇനിക്വിറ്റി, അല്ലെങ്കിൽ അവരുടെ വിക്കറ്റ്നെസ് എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിനെ അവരെന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. That is the thing that we are reading in Zechariah. We read that portion. Zechariah chapter 12, verse 10. Zechariah chapter 12, verse 10. And I will pour out on the house of David and the inhabitants of Jerusalem a spirit of grace and supplication. They will look on me, the one they have pierced, and they will mourn for him as one mourns for an only child, and grieve bitterly for him as one grieves for a firstborn son. Okay. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. ഓക്കെ, തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The people of Israel will look on to Jesus whom they pierced, and they will mourn for him. Okay? അവനെ ചൊല്ലി വിലപിക്കും. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധിച്ചില്ല, അത് മെസ്സയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നോർത്ത് അവർ കുത്തിയ ആ യേശുക്രിസ്തുവിലേക്ക് അവർ തിരിച്ചു നോക്കും. Then they will realize that Jesus was the Messiah whom they were expecting, and they will regret about their iniquity of saying crucify him, crucify him. അപ്പോൾ ഒരു കാലത്ത് യേശുക്രിസ്തുവിനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് നിലവിളിച്ചതായിരിക്കുന്ന, ആർത്തട്ടഹസിച്ചതായിരിക്കുന്ന അതേ ആളുകൾ, അല്ലെങ്കിൽ അവരുടെ തലമുറകൾ ഇപ്പോൾ ഈ സമയത്ത് മനസ്സിലാക്കുന്നതാണെന്ത്? ഈ കർത്താവായ യേശുക്രിസ്തു ആയിരുന്നു മെസ്സയ
എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നോർത്ത് ഒരു റിഗ്രറ്റ് ചെയ്യുന്നതായിരിക്കുന്ന ഒരനുഭവം ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. സോ വി വിൽ ഗോ ടു ദ ഫോർത്ത് വൺ. ദ ഫോർത്ത് വൺ ഈസ് ടു ബ്രിങ് ഇൻ എവർലാസ്റ്റിംഗ് റൈച്ചസ്നെസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിത്യനീതി വരുത്തുവാനുള്ളതായിരിക്കുന്ന ഒരു സമയം, നിത്യനീതി വരുത്തുവാനുള്ള സമയം. ടു ബ്രിങ് ഇൻ എവർലാസ്റ്റിംഗ് റൈച്ചസ്നെസ് എവിടെയാണ്? ഡാനിയൽ ചാപ്റ്റർ 9 വേഴ്സ് 24 ഇതൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. 24 ടു ഷോ ദാറ്റ് ഗാഡ് ഈസ് റൈച്ചസ് ഫോർ എവർ. അതായത് ദൈവത്തെക്കുറിച്ച് ഇവിടെ കാണിക്കണം എന്താണ്? ദൈവം എപ്പോഴും നീതി ഉള്ളവനാണ്. അതായത് നിത്യമായിരിക്കുന്ന നീതി വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മനസ്സിലാക്കാനായിട്ട് there will be a time to bring in everlasting righteousness. And also the fifth thing is to seal up vision and prophecy. അതായത് എന്താണ്? ദർശനവും പ്രവചനവും മുദ്രയിടുവാനായിട്ട്, ദർശനവും പ്രവചനവും മുദ്രയിടുവാനായിട്ട്. To seal up vision and prophecy means to fulfill the Old Testament prophecies about Israel. ഇസ്രായേലിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പഴയ നിയമത്തിലെ എല്ലാ പ്രോഫസീസിനും ഒരു അവസാനം ഇടാനായിട്ട്, അല്ലെങ്കിൽ ആ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണം സംഭവിക്കാൻ സമയമായിരിക്കുന്നു എന്ന് കാണിക്കാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. To seal up vision and prophecy. That means to fulfill the Old Testament prophecies about Israel. And the last one is to anoint the most holy. To anoint the most holy. എന്താണ്? പരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക means which speaks about the anointing of the most holy Jesus Christ. അതിപരിശുദ്ധമായത് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടും ഒരു അനോയിൻമെന്റ് കൊടുത്ത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അനോയിൻമെന്റിൻ്റെ ആയിരിക്കുന്ന, അല്ലെങ്കിൽ അഭിഷേകം കൊടുക്കുന്നതായിരിക്കുന്ന ഒരനുഭവത്തിൻ്റെ സമയത്തേക്ക് അവിടെ വരും എന്നുള്ളതാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. Okay, these are the 6 things which talks about the 70 weeks of Israel, especially in Daniel chapter 9 verse 24. And the next thing that we are going to discuss about the same thing only, but the continuation only. Okay, the 70 weeks of Israel continuation. Okay, so we know that God declared here in this passage to Daniel that within the time of the 70 sevens or 70 into 7 period, the above mentioned things are to be fulfilled. അതായത് ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ അല്ലെങ്കിൽ 70 ആഴ്ചവട്ടത്തിൻ്റെ ആ സമയത്തിനുള്ളിൽ ഈ പറയപ്പെടുന്ന 6 കാര്യങ്ങളും ഫുൾഫിൽ ആകണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സോ ഗോഡ് ഓൾറെഡി ഡിക്ലെയർഡ് ദാറ്റ് Daniel, even Daniel, that within this time of the 70 sevens or 70 into 7 period, the above mentioned things are to be fulfilled. So the 70 sevens of years or 70 into 7 years is equal to 490 years. അപ്പം 70 ആഴ്ചവട്ടം ഇവിടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ 490 വർഷത്തെ ഒരു കണക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Okay, especially in Daniel chapter 9 verses 25 and 26, we already read that. In Daniel chapter 9 verses 25 and 26 of book of Daniel, it is told that the Messiah, the anointed one, will be cut off after. അല്ലേ? ഒന്നുകൂടെ വായിക്കാമോ? verses 25 and 26, Daniel chapter 9 verses 25 and 26. Know and understand this. Yeah, right. Time the word goes out to restore and rebuild Jerusalem until the anointed one, the ruler, comes. There will be 7 sevens and 62 sevens. It will be rebuilt with streets and a trench, but in times of trouble. After the 62 sevens, the anointed one will be put to death and will have nothing. The people of the ruler who will come will destroy the city and the sanctuary. The end will come like a flood, and war will continue until the end, and desolations have been decreed. Okay. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും.
62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, എനിക്കറിയാം ഇച്ചിരി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതായിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇൻ വേഴ്സസ് 25 and 26 of book of Daniel, it is told that the Messiah or the anointed one will be cut off after. That means cut off എന്ന് പറയുന്നതിന് ഹീബ്രു വാക്ക് കൊടുത്തിരിക്കുന്നത് ഖേരാത്ത് എന്നാണ്. മീനിങ് ബീയിങ് കിൽഡ് ഓർ സെപ്പറേറ്റഡ് ആസ് എ വോളണ്ടിയർലി സാക്രിഫൈസ് ഫോർ ദ സിൻസ് ഓഫ് അതേഴ്സ്. അതായത് ഈ ഖേരത്ത് എന്ന് പറയുന്ന എബ്രായ പദത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന കട്ട് ഓഫ്, അതായത് അഭിഷിക്തൻ എന്ത് ചെയ്യും? ഛേദിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അഭിഷിക്തൻ ഛേദിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ അഭിഷിക്തനായ ഒരു പ്രഭു വരും, 7 ആഴ്ചവട്ടം അല്ലേ? അപ്പോൾ ഛേദിക്കപ്പെടുക എന്നുള്ളതിന് കട്ട് ഓഫ് എന്ന് കൊടുത്തിരിക്കുന്നത് മസിഹായെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദ മെസ്സയ ഓർ ദി അനോയിന്റഡ് വൺ വിൽ ബി കട്ട് ഓഫ് ആഫ്റ്റർ. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? കട്ട് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബീയിങ് കിൽഡ്, അല്ലെങ്കിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആകും. സെപ്പറേറ്റ് ആകുന്ന പറഞ്ഞാൽ അന്നേരം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഇവിടെ നിന്നും ഈ ഭൂമി വിട്ടു പോകേണ്ടി വരും, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആകും. മനുഷ്യനുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധം വിച്ഛേദിച്ച് യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഭൂമിയിൽ നിന്നും പോകേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആകും. ആൻഡ് ഓൾസോ ആസ് എ വോളണ്ടറി സാക്രിഫൈസ് ഫോർ ദ സിൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ എന്താണ് പാപപരിഹാരത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന സ്വന്തമായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ളതായിരിക്കുന്ന വോളണ്ടിയർലി ഉള്ളതായിരിക്കുന്ന ഒരു സാക്രിഫൈസ് സംഭവിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ 7 sevens and 62 sevens, അതായത് 69 അല്ലേ? 7 sevens and 62 sevens എന്ന് പറയുമ്പോൾ എത്രയായി? 69 ആയി. സോ ടോട്ടൽ 69 to begin with the decree to rebuild Jerusalem. അതായത് യെരുസലേം റീബിൽഡ് ചെയ്യും, അല്ലെങ്കിൽ പുതുക്കി പണിയുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ കാര്യം സംഭവിക്കാനായിട്ട് 69 ആഴ്ചവട്ടം, അല്ലെങ്കിൽ 69 ആഴ്ചവട്ടത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. സോ in other words you can say 69 sevens of years means 483 years ആണ്. 69 sevens of years means 483 years ആണ്. And after the decree of rebuilding Jerusalem, the Messiah will be cut off. അതായത് ഈ ഇപ്പം എന്താണ് 483 വർഷത്തിന് ശേഷമായിട്ട് എന്ത് സംഭവിക്കും? ഈ ഈ ഈ ഡിഗ്രി അനുസരിച്ച്, അല്ലെങ്കിൽ യെരുശലേം പുതുക്കി പണിതിന് ശേഷമായിട്ട് മശിഹ ഛേദിക്കപ്പെടുമെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ബിബ്ലിക്കൽ ഹിസ്റ്റോറിയൻസ് ഓൾവേസ് കൺഫേം that 483 years already passed from the time of the decree to rebuild Jerusalem to the time when Jesus was crucified. അതായത് ഈ റീബിൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ യെരുശലേമിനെ റീബിൽഡ് ചെയ്യുന്നതായിരിക്കുന്ന ആ കൽപ്പന പുറപ്പെടുവിക്കുന്നതും അതിന് ശേഷമുള്ളതായിരിക്കുന്ന സമയം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ക്രൂസിഫൈഡ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടതായിരിക്കുന്ന സമയം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 483 ഇയേഴ്സ് പാസ് ചെയ്തു എന്നാണ് ഹിസ്റ്റോറിയൻസ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതേസമയം വിത്തിൻ ദിസ് 483 years having passed from the decree to the rebuilding of Jerusalem to the cutting off of the Messiah, this leaves 1 7-year period to be fulfilled in terms of Daniel chapter 9 verse 24. അപ്പോൾ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഓൾറെഡി യെരുശലേമിൻ്റെ ആ റീബിൽഡിങ്ങിൻ്റെ സമയത്തിനും യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും ക്രൂശീകരണത്തിനും ഇടയിലുള്ളതായിരിക്കുന്ന ആ 483 ഇയേഴ്സ് ഓൾറെഡി കഴിഞ്ഞെങ്കിലും ഒരു 7 years പീരീഡ് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 7-year പീരീഡ് ടു ബി ഫുൾഫിൽഡ്, സംതിങ് ടു ബി ഫുൾഫിൽഡ്. അതായത് ഇനിയും സംഭവിക്കാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിക്കുന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എല്ലാം എന്താണ്? ഈ 7-year പീരീഡാണ്. ഈ 7 year എന്ന് പറയുന്നുണ്ട് 7 വർഷം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ 7 വർഷത്തെ ഗ്രേറ്റ് ട്രിബുലേഷൻ സംഭവിക്കുന്നു എന്നുള്ള സത്യമാണെങ്കിൽ എന്താണ് 9:24 പറഞ്ഞിരിക്കുന്നത്? ടു ഫിനിഷ് ട്രാൻസ്ഗ്രഷൻ, ടു പുട്ട് ആൻ എൻഡ് ടു സിൻ, to atone for wickedness, to bring in everlasting righteousness, to seal up vision and prophecy, and to anoint the most holy
അതെ, അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സമയത്തെക്കുറിച്ചാണ് ഈ 24 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഫൈനൽ 7-year പീരീഡ് ഈസ് നോൺ ആസ് ദ ട്രിബുലേഷൻ പീരീഡ്. അതായത് ഇപ്പോഴത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ 7 വർഷത്തിന് മുൻപുള്ളതായിരിക്കുന്ന ഒരു ഗ്യാപ്പാണ്. ആ 7 വർഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ ദ ഫൈനൽ 7-year കുറിച്ച് അവിടെ പറയുന്നത് എന്തായിരിക്കണം? സോ ദിസ് ഫൈനൽ 7-year ഈസ് നോൺ ആസ് ദ ട്രിബുലേഷൻ പീരീഡ്. ഇറ്റ് ഈസ് ദ ടൈം വെൻ God finishes judging Israel for its sin. അതായത് ആ സമയത്തായിരിക്കും, ആ 7 വർഷത്തെ സമയത്തായിരിക്കണം ഈ ഇസ്രയേലിലുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഡീലിംഗ് നടക്കുന്നതും അതുപോലെ തന്നെ ആമേൻ അവരുടെ പാപത്തിൻ്റെ ഒരു അവസാനം ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ജഡ്ജ്മെൻ്റ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരെ മാനസാന്തരത്തിലേക്ക് നടത്താനുള്ളതായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യാനും ഉള്ളതായിരിക്കുന്ന ഒരു സമയമായിട്ട് ഈ ഗ്രേറ്റ് ട്രിബുലേഷൻ ടൈമിനെ എടുക്കാനാണ് സാധ്യതയെന്നാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. And again, in Daniel chapter 9, verse 27, we will have to read that verse also one more time. Verse 27, Daniel chapter 9, verse 27, yeah. He will confirm a covenant with many for 1 7. In the middle of the 7, he will put an end to sacrifice and offering. And at the temple, he will set up an abomination that causes desolation, until the end that is decreed and is poured out on him. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതയുടെ മേൽ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഓക്കെ, ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു വാക്യം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. വേഴ്സ് 27 ആണ് ഈ ഗ്രേറ്റ് ട്രിബുലേഷനെ കുറിച്ച്, അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, ഡാനിയൽ ചാപ്റ്റർ 9 verse 27 gives us more information about the 7-year tribulation period. It is എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരാഴ്ചവട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പെർട്ടിക്കുലർലി. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്? ഹി ഓർ ദി ആൻറ്റി ക്രൈസ്റ്റ് വിൽ കൺഫേം എ കവനന്റ് വിത്ത് മെനി ഫോർ 1 week or 7 years. അതായത് ഈ ഒരാഴ്ച എന്ന് പറയുന്നത്, ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 7 വർഷത്തെ സമയത്ത് ആൻറ്റി ക്രൈസ്റ്റ് എന്ത് ചെയ്യും? ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ഉടമ്പടി അന്നത്തെ ജനത്തോട് ചെയ്യുന്നതായിട്ടാണ് വേഴ്സ് 27 പറയുന്നത്. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. എന്നാൽ അതേസമയം തന്നെ we need to know that in the middle of the week or in the middle of the 7 years he will put an end to sacrifice and offering. അതായത് ഈ 7 വർഷത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ 7 വർഷത്തിൻ്റെ പകുതിയാകുമ്പോൾ ആമേൻ അവിടെ ഒരു പ്രത്യേകമായിരിക്കുന്ന അനുഭവം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? At the same time, in the middle of the week or the 7 years he will put an end to sacrifice and offering. അതായത് എന്താണ് ഈ യാഗങ്ങളും ഒക്കെ അന്നോടുകൂടെ നിർത്തുന്നതായിട്ടാണ് അവർ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓൺ എ വിങ് ഓഫ് ദ ടെമ്പിൾ ഹി വിൽ സെറ്റ് അപ്പ് ആൻ അബോമിനേഷൻ ദറ്റ് കോസസ് ഡിസൊലേഷൻ അൻറ്റിൽ ദ എൻഡ് ദാറ്റ് ഈസ് ഡിക്രീഡ് ഇൻ poured out on him. അതായത് അവനൊരാഴ്ചത്തേക്ക് പലരുടെ നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാകും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. So these verses are talking about Antichrist. Okay, so here it is mentioned about a particular person in this particular verse that a person will come on the wing of abomination to make desolation. അതായത് ഈ വ്യക്തി കടന്നു വരുന്നത് എന്തിനാണെന്ന് അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ്റെ അവസാനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ്റെ ആരുമുണ്ടായി പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധമനത്തിനെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. സോ you can read about something like something is going to happen that on the wing of abomination to make desolation എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay, and about the same person Jesus also mentioned in Matthew chapter 24 verse 15. We will have to read that verse.
മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 15. ഇതേ ആളെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു എന്താണ് പറയുന്നതെന്ന് നമുക്ക് മത്തായി സുവിശേഷം 24:15 വാക്യത്തിൽ വായിക്കുന്നു. So when you see standing in the holy place the abomination that causes desolation, spoken of through the prophet Daniel, let the reader understand. 16 too? Only 15. Yeah. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അപ്പം നമ്മൾ നേരത്തെ വായിച്ചത് ഡാനിയൽ ചാപ്റ്റർ 9:27 വായിച്ച മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരുമെന്നാണ്. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ എന്ന് പറഞ്ഞാൽ അതിന് പീക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സ്ട്രീമിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത്. ചിറകിന്മേൽ വരിക എന്ന് പറയുന്നതിന് അവിടെ കൊടുത്തിരിക്കുന്നത് എക്സ്ട്രീമിറ്റിയാണ്. അതായത് ഏറ്റവും അതിൻ്റെ പീക്കിലേക്ക് വരുമെന്നുള്ളതാണ്. സോ അഗെയിൻ in Matthew chapter 24 verse 15 also Jesus is mentioning about the same thing, the abomination that causes desolation. അല്ലേ, എങ്ങനെ കൊടുത്തിരിക്കുന്നത്? abomination that causes desolation. എങ്ങനെയാണ്? ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ശൂന്യമാക്കുന്ന മ്ലേച്ഛത കേട്ടോ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ഓക്കെ, അതാണ് ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇൻ Revelation chapter 13 verse 1, Revelation chapter 13 verse 1, the same person is called as the beast. Revelation 13:1. The dragon stood on the shore of the sea, and as I saw a beast coming out of the sea. It had 10 horns and 7 heads, with 10 crowns on its horns, and on each head a blasphemous name. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ എതിർ ക്രിസ്തുവിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? Revelation chapter 13 verse 1 കൊടുത്തിരിക്കുന്നത് ഒരു സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന ഒരു ബീസ്റ്റ്, അല്ലെങ്കിൽ ദ ബീസ്റ്റ് ഫ്രം ദി സീ, അതായത് സമുദ്രത്തിൽ നിന്നും കയറി വരുന്നതായിരിക്കുന്ന ഒരു മൃഗമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. At the same time, in Daniel chapter 9 verse 27 says that the beast will make a peaceful covenant for 7 years. But in the middle of this week, or 3.5 years into the tribulation, he will break the covenant. So that is what we read in Daniel chapter 9 verse 27. അവിടെ എന്താ വായിക്കുന്ന അറിയാമോ? ഒരു 7 വർഷത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ 7 വർഷത്തിന്റെ മധ്യമാകുമ്പോൾ, അല്ലെങ്കിൽ 3.5 വർഷമാകുമ്പോൾ എന്ത് ചെയ്യും? താൻ ചെയ്തിരിക്കുന്ന കവനന്റ് ബ്രേക്ക് ചെയ്തിട്ട് അതിനൊരു വ്യത്യാസപ്പെടുത്തും. അതായത് പലരോടും ആഴ്ചവട്ടത്തിന് മധ്യേ അവൻ ഹനനാകിയ ബോധനയാകും, നിർത്തലാക്കും, മ്ലേച്ഛതകളെ ചെറിയ ശൂന്യമാക്കാൻ വരും, നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്ന മേൽ കോപം ചൊരിയും. അതായത് അവൻ ഒരു മധ്യഭാഗത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? മിഡിൽ ഓഫ് ദ വീക്ക്, അല്ലെങ്കിൽ 3.5 years കഴിയുമ്പോഴത്തേക്കും he will break the covenant. അതിൽ അന്ന് ചെയ്തിരിക്കുന്നതായിരിക്കുന്ന ആ കവനന്റിനെ എന്ത് ചെയ്യും? താൻ ബ്രേക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആദ്യമേ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു അനുഭവമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. Okay, so the beast will make a peaceful covenant in the beginning, but in the middle of the week, or in the middle of the 7 years, he will break the covenant. ആ covenant എല്ലാം ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. Even in Revelation chapter 13, which is explaining about the beast will place a image of himself in the temple. അതായത് എന്താണ്, ദേവാലയത്തിൽ ഒരു പിന്നെ Revelation chapter 13 വായിക്കുന്നുണ്ട്, എന്താണ് ഒരു വിഗ്രഹത്തെ ദേവാലയത്തിൽ സ്ഥാപിക്കുന്നതായിട്ടൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ബീസ്റ്റ് വിൽ പ്ലേസ് എൻ ഇമേജ് ഓഫ് ഹിംസെൽഫ് ഇൻ ദ ടെമ്പിൾ ആൻഡ് ഹി വിൽ റിക്വയർ ദ വേൾഡ് ടു വർഷിപ്പ് ഹിം. അതായത് ദൈവത്തെ, അവനെ ആരാധിക്കണം, അല്ലെങ്കിൽ ഈ ബീസ്റ്റിനെ, മൃഗത്തെ നിങ്ങളെല്ലാവരും ആരാധിക്കണം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്യം നമുക്ക് Revelation chapter 13 കാണാൻ സാധിക്കുന്നുണ്ട്. എഗെയിൻ ഇൻ Revelation chapter 13 verse 5 എന്താ കാണുന്നറിയാമോ? ഒന്ന് വായിക്കാമോ? Revelation chapter 13 verse 5. 13:5 Revelation. The beast was given a mouth to utter proud words and blasphemies, and to exercise its authority for 42 months. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു.
42 മാസം പ്രവർത്തിക്കുവാൻ അധികാരവും ലഭിച്ചു. Okay, so you're going to see the details of all these things in Revelation chapter 6. Okay, that's why I'm just running fast. Okay, in Revelation chapter 13, verse 5 says that this will go on for 42 months. അല്ലേ, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിക്കാൻ അതിന് അധികാരം ലഭിച്ചു. അതൊക്കെ നമ്മൾ ഇനി കാണാൻ പോവുകയാണ്. 6 ഫോളോയിങ്, റെവലേഷൻ ചാപ്റ്റർ 6 ഫോളോയിങ്. ഓക്കെ, സോ 42 മന്ത്സിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 42 മന്ത്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.5 years, അല്ലേ? 3.5 വർഷത്തെ കണക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കഠിനമായിരിക്കുന്ന, സിവിയർ ആയിട്ടുള്ളതായിരിക്കുന്ന പെർസിക്യൂഷൻ, സിവിയർ ആയിട്ടുള്ളതായിരിക്കുന്ന ട്രിബുലേഷൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ in the second half of the 7 years. ഓക്കെ, 7 വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ 3.5 വർഷമായിരിക്കും ഏറ്റവും കൂടുതൽ കഠിനമുള്ളതായിരിക്കുന്ന ഒരു പിന്നെ ട്രിബുലേഷൻ അന്ന് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നൗ according to Daniel chapter 9 verse 27, it says that this will happen in the middle of the week. And in Revelation chapter 13 verse 5, it says that beast will do this for a period of 42 months. 42 മാസത്തെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. So it is easy to understand that the total length of this tribulation will be 84 months. 84 months or 7 years. 84 മന്ത്സിനെ കുറിച്ചാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 84 മന്ത്സ് എന്ന് പറയുന്നത് എത്രയാണ്? 7 വർഷമായിരിക്കും. ഓൾസോ ഇൻ ഡാനിയൽ ചാപ്റ്റർ 7 verse 25, we will have to read that one also. In Daniel chapter 7 verse 25, we are reading about a particular calculation. Okay, about a particular calculation. So that is very important. Daniel 7:25. He will speak against the Most High and oppress his holy people and try to change the set times and the laws. The holy people will be delivered into his hands for a time, times and a half a time. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. Okay. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. So in Daniel chapter 7 verse 25, we read particular calculation that it is written the time, times and half a time. The time, times and a half a time. കാലവും എങ്ങനെ മലയാളത്തില്? കാലവും കാലങ്ങളും കാലാംശവും. ഓക്കെ, കാലവും കാലങ്ങളും കാലാംശവും. ഓക്കെ, അതായത് അതിൻ്റെ അർത്ഥം ദ ടൈം, ടൈംസ് ആൻഡ് ഹാഫ് എ ടൈം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ടൈം എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്, 1 year. ഓക്കെ, ടൈം എന്ന് പറയുന്നത് 1 year. അതാണ് ഞാൻ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് കാലങ്ങൾ, കാലം എന്ന് പറഞ്ഞിരിക്കുന്നത് 1 year ആണ്. ആൻഡ് രണ്ടാമത്തെ എന്താണ്? ദ ടൈംസ്, അല്ലെ? കാലങ്ങളും. കാലം എന്ന് പറഞ്ഞാൽ 1 വർഷം, കാലങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വർഷം, ആൻഡ് ഹാഫ് എ ടൈം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാലാംശം എന്ന് പറഞ്ഞാൽ ഹാഫ് എൻ ഇയർ. ഓക്കെ, ഹാഫ് ഇയർ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. സോ ഇയർ എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ്? 3.5 years. അതിനെക്കുറിച്ചാണ് ഡാനിയൽ ചാപ്റ്റർ 7 verse 25 പറയുന്നത്. എന്താണ്? ഏറ്റവും അതികഠിനമായിരിക്കുന്ന ട്രിബുലേഷൻ വരാൻ പോകുന്നത് ഈ 7 വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ 3.5 വർഷമായിരിക്കും, രണ്ടാമത്തെ പാർട്ടിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us understand the time, times and half a time. അതായത് ടൈം മീൻസ് 1 year and times means 2 years and half a time means half year. Totally 3.5 years also refers to great tribulation, the last half of the 7 years tribulation period when the beast or the Antichrist will be in power. So this far we have been discussing about the different aspects of 7 years of great tribulation, and it was based on chapter 6, okay, of book of Revelation. Okay, and we need to know in Revelation chapter 6 verses 1 to 17 and chapter 8 verses 1 to 5 gives us very clear explanations about breaking the 7 seals of the scroll. അതായത്
എന്താണ് ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ റെവലേഷൻ 6-ാം അധ്യായം നോക്കുമ്പോഴും അതിൻ്റെ 1 തൊട്ട് 17 വരെയും 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ ഒരു നല്ല എക്സ്പ്ലനേഷൻ കിട്ടുന്നുണ്ട്. എന്താണ് 7 മുദ്രകളെ പൊട്ടിക്കുന്നതായിട്ടും അപ്പോൾ എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാട് നമുക്ക് അവിടുന്ന് കിട്ടാനായിട്ട് സാധിക്കും. പക്ഷേ ദർ വിൽ ബി മെനി തിങ്സ് ഹാപ്പനിങ് വൈൽ ജീസസ് ബ്രേക്സ് ഈച്ച് സീൽ, and those things are going to happen during the time of the Great Tribulation period. Okay, and those terrible things represents the great punishment of God on the unbelieving world and nations. Okay, അപ്പോൾ അന്നത്തെ ഉള്ളതായിരിക്കുന്ന അൺബിലീവിംഗ്, കർത്താവിൽ വിശ്വസിക്കാത്തതായിരിക്കുന്ന ആളുകളുടെ മേലെ അല്ലെങ്കിൽ വേൾഡ് നേഷൻസിന്മേൽ ദൈവം അയക്കാൻ പോകുന്ന വലിയ ടെറിബിൾ ആയിരിക്കുന്ന ഒത്തിരി പണിഷ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് അവിടെ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയാണ്? റെവലേഷൻ ചാപ്റ്റർ 6-ലും ചാപ്റ്റർ 8-ലും. ഓക്കെ, ആൻഡ് ഓൾറെഡി I gave an outline of 7 seals and the important figures, including each seal in the other day. But let me screen share that same slide which I already gave you on that day. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ തരാൻ പോകുന്നതായിരിക്കുന്ന ഈ സ്ലൈഡ് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇവിടെ ഷോ ചെയ്തതാണ്. ബട്ട് ഐ ഡോണ്ട് don't write down these points because you already got it last class. Okay, but just I am trying to remind you those things one more time as we move on to the detailed study of the 7 seals and what a terrible things are going to happen while the seals are open during the time of tribulation time. So on the unrepented people or the world. Okay, so ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത് എപ്പോഴാണ്? നമ്മൾ 6-ാം അധ്യായം വായിക്കുന്നതുകൊണ്ട് കാണാൻ സാധിക്കുന്നത് 7 മുദ്രകൾ പൊട്ടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെ? ആ ചുരുളിൽ എഴുതിയിരിക്കുന്ന 7 മുദ്രകളെ പൊട്ടിക്കുന്ന ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പം ഇതൊന്നും എഴുതിയെടുക്കേണ്ട, ഇത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയതാണ്. ഓക്കെ, എന്തൊക്കെയാണ് 7 seals and figures സംഭവിക്കുന്നത്? ചാപ്റ്റർ 6 verses 1 to 17. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കും 6-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 17 വരെയും 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയും. ഫസ്റ്റ് സീൽ എന്തായിരിക്കും? ഒരു വൈറ്റ് ഹോഴ്സ് ആയിരിക്കും, വെള്ള കുതിരയായിരിക്കും. ഓക്കെ, ദെൻ അതെന്തിനെ കാണിക്കുന്നു? കോൾഡ് വാറിനെ കാണിക്കുന്നു. ആൻഡ് ദ സെക്കൻഡ് സീൽ വിൽ ബി ദ റെഡ് ഹോഴ്സ്, അത് ഹോട്ട് വാറിനെ കാണിക്കുന്നു. ആൻഡ് തേർഡ് സീൽ വിൽ ബി ദ ബ്ലാക്ക് ഹോഴ്സ് ആൻഡ് ഫാമിനെ കാണിക്കുന്നു. ദെൻ ഫോർത്ത് സീൽ ഈസ് എ പേൽ ഹോഴ്സ്, അതെന്തിനെ കാണിക്കുന്നു? ഡെത്ത് ബൈ വാർ, സ്റ്റാർവേഷൻ ആൻഡ് വൈൽഡ് ബീസ്റ്റ്. ഓക്കെ, ഇതെല്ലാം കാണിക്കുന്നു. ആൻഡ് ദ ഫിഫ്ത്ത് സീൽ എന്തായിരിക്കും? ദ ക്രൈ ഓഫ് മാർട്ടിയേഡ്, അതായത് രക്തസാക്ഷികൾ അവരുടെ കരച്ചിൽ, അവരുടെ വിലാപമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് സിക്സ്ത് സീലായിരിക്കും പൊട്ടിക്കുമ്പോൾ എർത്ത് ക്യുക്ക്, കോസ്മിക് ചേഞ്ചസ്, ക്രൈ ആൻഡ് പ്രെയർ ഓഫ് എർത്ത് ഡെൽവേഴ്സ്. ഈ ഭൂമിയിൽ അധിവസിക്കുന്നവരെല്ലാവരും കരയുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മളൊന്ന് കാണാൻ പോകുന്നത്. ആൻഡ് ദ സെവൻത് സീൽ പൊട്ടിക്കുമ്പോൾ എന്താണ് കാണുന്നത്? സൈലൻസ് ഇൻ ഹെവൻ ഫോർ അബൌട്ട് ഹാഫ് ആൻ അവർ. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് സ്വർഗത്തിലെ ഒരു അരമണിക്കൂറത്തെ മൗനത കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. സോ ലെറ്റ് us close our eyes in the presence of God and bring everyone the mighty hand of God as we were discussing from the book of Revelation about the great tribulation which is going to happen in no sooner. So we need to pray that, Lord, help us, oh God, to continue in faith in Jesus Christ in our lives. ഈ ഇത്രയും വലിയ ഉപദ്രവങ്ങളും ഇത്ര ഗ്രേറ്റ് ട്രിബുലേഷനൊക്കെ ഈ ഭൂമി സംഭവിക്കാൻ സാധ്യതയുണ്ട്, സംഭവിക്കാൻ പോകുന്നു. പക്ഷേ അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ ഞങ്ങളിതിൽ പെടാതെ ഞങ്ങളെല്ലാവരും കർത്താവെ സ്തോത്രം അങ്ങയുടെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം, അങ്ങയുടെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം, ആ റാപ്ചറിൻ്റെ സമയത്ത് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട്, നമ്മളെ തന്നെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്, കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എത്ര ആയുസ് കർത്താവ് തരുന്നോ അത്രയും നാളും ദൈവത്തിൻ്റെ സന്നിധിയിലെ വിശ്വസ്തയോടുകൂടെ ജീവിച്ചുകൊണ്ട് കർത്താവിന് ഇഷ്ടമുള്ളത്, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിപ്പാൻ തക്കവണ്ണം നമ്മെല്ലാവരെയും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക്